ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയാൻ പോകുന്നത് കൽക്കി എന്ന് പറയുന്ന സിനിമയുടെ വിശേഷങ്ങളാണ്. നാഗ് അശ്വിൻ്റെ സംവിധാനത്തിൽ ഒരു സയൻറ്റിഫിക് ഫിക്ഷൻ ആൻഡ് ഇന്ത്യൻ മിത്തോളജി, അപ്പോൾ ഇത് രണ്ടും കൂടെ ഉള്ളൊരു ഫ്യൂഷനാണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള ഒരു സിനിമയാണ് കൽക്കി. ഭൂതവും ഭാവിയും ഒന്നിക്കുന്ന ഒരു സിനിമാറ്റിക് വിസ്മയം. ഒന്നുകൂടെ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ, കെട്ടുകഥകളും പുരാണ കഥകളും ആസ്പദമാക്കി ഒരുപാട് സിനിമകൾ നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട്. എന്നാൽ ഭൂതകാലം എന്ന് പറഞ്ഞാൽ ഒരുപാട് പഴയ കാലത്തിലേക്ക് സഞ്ചരിക്കുന്ന ഒരു രീതി, അതും ഒരുപാട് ഫ്യൂച്ചറിലേക്ക് സഞ്ചരിക്കുന്ന ഒരു രീതി. അപ്പോൾ രണ്ടും അതിൻ്റെ എക്സ്ട്രീം ലെവലിലാണ്. അങ്ങനെയുള്ള ഒരു സിനിമ വരുന്നത് ഇതാദ്യമായിട്ട് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഒരു പാസ്റ്റിനെയും ഫ്യൂച്ചറിനെയും ബന്ധിപ്പിക്കുന്ന സയൻറ്റിഫിക് ഫിക്ഷൻ സ്റ്റോറി എന്ന് പറയുന്നതായിരിക്കും ശരി. BC 3102 തുടങ്ങി 2898 കാലഘട്ടത്തിൽ വന്ന് അവസാനിക്കുന്ന ഒരു കാലഘട്ടത്തിലെ, അതായത് മഹാഭാരതത്തിലെ ഇതിഹാസത്തിൽ തുടങ്ങി 2898 വന്ന് അവസാനിക്കുന്ന രീതിയിലുള്ള ഒരു ഇതിവൃത്തമായിട്ടാണ് ഈ സിനിമയുടെ കഥ പറയുന്നത്. കുരുക്ഷേത്ര യുദ്ധങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ലോകം മൊത്തം നശിച്ചു. ശേഷിക്കുന്നത് രണ്ടേ നഗരങ്ങളാണ്, കാശിയും ശംഭാലയും. കാശി നാശത്തിൻ്റെ വക്കീലാണ്, എന്നാൽ ശംഭാലയിൽ കുറച്ചൊരു പ്രതീക്ഷയുടെ നഗരമെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ശംഭാല വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. പക്ഷേ എന്നാൽ കാശിയുടെ കാര്യം അതല്ല. കാശിയുടെ ആളുകൾക്ക് ജീവൻ നിലനിർത്താൻ പോലും ഒന്നും ഇല്ലാത്തൊരവസ്ഥ. എന്നാൽ കാശി ഭരിക്കുന്നത് സുപ്രീം യാക്സിൻ എന്ന് പറയുന്ന 200 വർഷം പ്രായമുള്ള ഒരു ആളാണ്. അദ്ദേഹമാണ് ഈ സിനിമയിലെ വില്ലൻ. കമലഹാസനാണ് ഈ റോള് ചെയ്തിരിക്കുന്നത്. വളരെ കുറച്ച് സീൻസൊക്കെ ഉള്ളൂ എങ്കിലും അദ്ദേഹം വളരെ ഗംഭീരമായിട്ട് എടുത്തു പറയേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള കഥാപാത്രത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കഥാപാത്രവും വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇനിയും ദൈവമില്ല, താനാണ് ഇവിടുത്തെ രാജാവ്, താനാണ് ഇവിടുത്തെ അധിപൻ എന്ന ചിന്തയിലാണ് അദ്ദേഹം. യാക്സിനെതിരായിട്ടൊക്കെ ആരൊക്കെ പോയിട്ടോ അവർക്ക് മരണമാണ് സംഭവിച്ചിരിക്കുക. എല്ലാവരും ആ നാട്ടിൽ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ഭഗവാൻ വിഷ്ണുവിൻ്റെ 10ാമത്തേതും അവസാനത്തേതുമായിട്ടുള്ള കൽക്കി അവതാരം. ഈ കൽക്കി അവതാരത്തോടു കൂടി യാക്സിൻ്റെ അന്ത്യമാണെന്നും എല്ലാവരും അത് വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു അവതാരത്തെ കാത്തിരിക്കുകയാണ് ആ നാട്ടുകാർ. ചിരഞ്ജീവിയായിട്ടുള്ള അശ്വത്ഥാമാവും അങ്ങനെ ഒരു അവതാരത്തിനായിട്ടാണ് കാത്തിരിക്കുന്നത്. എന്നാലേ അദ്ദേഹത്തിന് മോക്ഷം കിട്ടുകയുള്ളൂ. അദ്ദേഹത്തിന് എങ്ങനെയാണ് ആ ശാപം കിട്ടിയെന്നും ചിരഞ്ജീവി ആയെന്നും ഒക്കെ നമുക്ക് മഹാഭാരതത്തിൽ വ്യക്തമായിട്ട് കഥ പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ കലിയുഗത്തിൽ, അതായത് കൽക്കി അവതാര സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ അവതാരത്തിന് വേണ്ടിയിട്ട് അദ്ദേഹവും കാത്തിരിക്കുകയാണ്. ആ കഥാപാത്രം ചെയ്യുന്നത് അമിതാഭ് ബച്ചനാണ്. 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സിനിമയാണ്. അപ്പോൾ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ കൽക്കി എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിൻ്റെ കാഴ്ചയൊക്കെയാണ് ആദ്യം കാണിക്കുന്നത്. ദേവ എന്ന് പറയുന്ന കഥാപാത്രത്തെയാണ് ഫോക്കസ് ചെയ്യുന്നത്. പ്രഭാസിൻ്റെ ആദ്യത്തെ ഇൻട്രോ സീനും കുറച്ചൊക്കെ നിരാശപ്പെടുത്തിയെങ്കിലും എന്നാൽ അമിതാഭ് ബച്ചൻ്റെ വരവോടുകൂടി കഥയുടെ ഗതി വീണ്ടും മാറുകയാണ്. വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിലൂടെയാണ് പിന്നീട് ആ സിനിമ കടന്നു പോകുന്നത്. പിന്നീട് അങ്ങോട്ട് കാണികളെ പിടിച്ചിരുത്തുന്ന ഒരു അനുഭവമാണ് കൽക്കി. പ്രഭാസിൻ്റെ ശക്തമായ തിരിച്ചുവരവ് തന്നെയാണ് ഈ സിനിമ. സിനിമയുടെ ക്ലൈമാക്സിലേക്ക് പോകുന്തോറും പ്രഭാസ് ഒരു ഹീറോ പരിവേഷമായി പൂർണ്ണമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അശ്വത്ഥാമാവായിട്ടെത്തുന്നത് അമിതാഭ് ബച്ചനാണ്. സ്ക്രീൻ പ്രസൻസിലാണെങ്കിലും ശരി, ഡയലോഗ് ഡെലിവറിയിലാണെങ്കിലും ശരി, എല്ലാവരെയും കടത്തിവിട്ടിരിക്കുകയാണ് അമിതാഭ് ബച്ചൻ. കൽക്കിയുടെ അമ്മയായി സുമതി എന്ന് പറയുന്ന വേഷത്തിൽ വന്നിരിക്കുന്ന ദീപിക പാത്തുക്കാണാണ്. നമ്മുടെ മലയാളത്തിലെ നമ്മുടെ പ്രിയങ്കരിയായ ശോഭനയും നല്ലൊരു വേഷം തന്നെ ചെയ്തിട്ടുണ്ട്. ശോഭനയെ കൂടാതെ തന്നെ ബ്രഹ്മാനന്ദം, പശുപതി, അങ്ങനെ ഒട്ടേറെ ആളുകൾ ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. ഹോളിവുഡുമായിട്ട് നമുക്ക് അത്ര അങ്ങോട്ട് താരതമ്യം ചെയ്യാൻ പറ്റില്ല. എന്നിരുന്നാലും ഇന്ത്യൻ സിനിമയിൽ വെച്ച് തന്നെ നല്ലൊരു VFX വർക്ക് ചെയ്ത ഒരു സിനിമയ്ക്ക് ഇതിനെ പറയാൻ പറ്റും. നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ആണ്. എസ്പെഷ്യലി പറയാനാണെങ്കിൽ ആ കാണിക്കുന്ന യുദ്ധരംഗങ്ങളിലാണെങ്കിലും ശരി, നല്ലൊരു സാങ്കേതിക മികവ് അതിനകത്തിൽ കാണിച്ചിട്ടുണ്ട്. ഒറ്റ വാക്കിൽ പറയാനാണെങ്കിൽ ഇതൊരു കൽക്കി അവതാരത്തെ പറ്റി പറയുന്ന ഒരു കഥയാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് കൽക്കി അവതാരത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കഥയാണെന്ന് പറയാം. ഇത് കൂടാതെ തന്നെ ഇന്ത്യൻ നമ്മുടെ പുരാണ കഥയും എന്നാൽ സയൻറ്റിഫിക് ഫിക്ഷനുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നമുക്കിതിനകത്ത് കാണാൻ പറ്റും. ഇതൊരു സാങ്കല്പിക സൃഷ്ടിയാണ്, അതായത് സംവിധായകൻ്റെ പുനർഭാവനയാണ്. നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതും എന്നാൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്തതുമായ ഒരു കാലഘട്ടം, ഒരു ഇരുട്ട് നിറഞ്ഞ ഒരു കാലഘട്ടം. അങ്ങനെയുള്ള ഒരു കാലം ആണ് ഈ സിനിമയിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കാണുക. ഇത് 27th റിലീസ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള സിനിമകൾ നമ്മൾ എപ്പോഴും തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ചെയ്യണം. അതുകൊണ്ട് തിയേറ്ററിൽ പോയി തന്നെ കാണണം. കണ്ടതിന് ശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. എല്ലാവരും പോയി കാണുക, എന്നിട്ട് കമൻറ്റ് ചെയ്യും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.